ആ, ഇന്നൊരു ചെറിയൊരു പരീക്ഷണത്തിലാണ്. ആ, അതിൻ്റെ കാരണം ഇതാണ്. വേണ്ട, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഇതുണ്ട്. ഇത് സീബ്ര പരവ എന്ന് പറഞ്ഞിട്ട് വളരെ അപൂർവമായി കിട്ടുന്നതാണ്. പിന്നെ ഇന്നലെ ഇത്തിരി മീനിൻ്റെ തലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രേവി വെച്ചിട്ടാണ് ഇന്നൊരു ഫിഷ് മോളി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. തേങ്ങ പാലെടുക്കാനായിട്ട് റെഡി ആവുന്നുണ്ട്. എല്ലാം ആൾമോസ്റ്റ് ഓക്കെയാണ്. അപ്പോൾ ഇതിനെ ആദ്യം ഓവനിൽ വെച്ചിട്ട് മുരിച്ചെടുക്കും. സാധാരണ നെയ്മീനൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതൊരു വെറൈറ്റി ഫിഷ് മോളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഫുള്ളി ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്കതിൻ്റെ എൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് നോക്കാം. ഇപ്പോൾ ഇത് എരിവ് ചുവന്ന സാധനങ്ങളൊന്നും ചേർക്കില്ല. എപ്പോഴും ഇതിൻ്റെ നിറം വളരെ മഞ്ഞ നിറത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഐറ്റംസാണ്. കാന്താരി മുളകുണ്ട്, പച്ചമുളകുണ്ട്, ഉള്ളിയുണ്ട്, തക്കാളിയുണ്ട്, നാരങ്ങയുണ്ട്, തേങ്ങയുണ്ട്, പുതിനയുണ്ട്, ഇനി മല്ലിയിലയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഓവനകത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. നല്ല വെളുത്ത മാംസമാണ്, നല്ല വെറൈറ്റി സാധനമാണ്. ഓക്കെ, ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ ഇനി നമ്മൾ ചേർക്കാൻ പോണത് ഇത്തിരി വെറൈറ്റി ഐറ്റംസാണ്. ഏലക്ക, കറുവപ്പട്ട, ജാതിപത്രി, കച്ചോലം, ഇത് വയണയില, ബിരിയാണി ഇലയെന്നും പറയും. എൻ്റെ വീട്ടിലിതുണ്ട്, നമ്മൾ ഉണക്കിയെടുക്കുന്നില്ല, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയും ചേർക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് ഒരു പച്ചമുളകേ ഉള്ളൂ. ഞാൻ കാന്താരിയാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ കാന്താരി ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാന്താരിയാണ് ഇട്ടിരിക്കുന്നത്. വെച്ചിരിക്കുന്ന മീനിന് മുങ്ങി കിടക്കാൻ പറ്റുന്ന തരത്തിലൊരു ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ, പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലകൾ എപ്പോഴും. പക്ഷേ മോളി ഇതിൽ കൂടുതൽ കളർ മാറാൻ പാടില്ല. അപ്പോൾ ഇനി ഇതിനകത്ത് കുറേ സാധനങ്ങൾ ചേർക്കാനുണ്ട്. അതല്ല, അത് മീൻ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സീബ്ര പാരയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കളർ വിടാതെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ച് വയ്ക്കാൻ പോകണം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ഒരു ചെറിയ പീസ് കൂടെ ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഒരാൾക്ക് ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ അയാൾക്ക് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം മറ്റേ തേങ്ങാപ്പാലുള്ളത് കൊണ്ട് അത് കൊടുക്കണ്ട എന്ന്, എന്തായാലും ശകലേ കൊടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഫ്രൈ വെച്ചിരിക്കുകയാണ്. നല്ല അത്യാവശ്യം നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആഡ് ചെയ്യാനുള്ളത് ഇത് സാൾട്ട് റോക്ക് സാൾട്ട്, ഇന്ദുപ്പ് എന്ന് പറയുന്ന സാധനമാണ്. മറ്റേ ഉപ്പ് കുറച്ച് ഹെവി ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി തേങ്ങാപ്പാലുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുരുമുളക് ഇടുന്നത് കളർ പോകാതിരിക്കാനും എരിവ് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ നന്നായി വരുന്നുണ്ട്. ഞാൻ ആദ്യം തേങ്ങാപ്പാലല്ല ചേർത്ത്, കുറച്ച് തേങ്ങ അരച്ചിട്ടാണ് ചേർത്തത്. കാരണം നമ്മൾ പാലെടുക്കുന്ന തേങ്ങ പിന്നെ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, ഇവിടുത്തെ തേങ്ങയാണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനോടൊരു ചെറിയ സ്നേഹം കൂടുതലുണ്ട്, അതുകൊണ്ട് കളയില്ല. ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങാപ്പാലിൻ്റെ കൂടെ വരേണ്ട ചില ആളുകളും കൂടെയുണ്ട്. അവരെ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല, നമ്മൾ ഇതിൽ വെന്തം വന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ വഴറ്റി കോരിയൊക്കെ ഇടാൻ പറ്റും, ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇറ്റ് വിൽ മേക്ക് മോർ ടേസ്റ്റ്. വി ക്യാൻ ദറ്റ് ക്രിസ്പി വിൽ ബി ദെയർ. അപ്പോൾ ഇനി ടൊമാറ്റോ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ അധികം തിളയ്ക്കാൻ പാടില്ല എന്നാണ് പ്രമാണം. ഒരു പരിധി കൂടുതൽ, അതായത് 1/4 പാൽ കൂടുതൽ തിളയ്ക്കാൻ പാടില്ല. കാണുമ്പോൾ ഒരു ഭംഗി വേണം. അപ്പോൾ ഇനി ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ മല്ലിയില, പുതിനയില. അത് ഞാൻ ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി കളർഫുൾ ആൻഡ് ഗ്രീനിഷ് ആൻഡ് യെല്ലോയിഷ്. ഓക്കെ, അപ്പോൾ ഇത് ആൾമോസ്റ്റ് റെഡിയായി. ഇതിനകത്തിന് നമ്മൾ മല്ലിയില, പുതിനയില, ഞാൻ കുറച്ച് നാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്, ലൈം. ചില നമ്മൾ വേറെ തക്കാളിയുടെ പുളിയേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് ആൾമോസ്റ്റ് ഓവർ. ഇത് അധികം ഇളക്കാൻ പാടില്ല എന്നാണ്. പാത്രം കൂട്ടി, അതായത് നമ്മുടെ ഈ പാത്രം എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയും ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകുമെന്ന് പറയും. യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് പീസസ്, റൈറ്റ് പീസസ്. ഇതിനെ ഇങ്ങനെ ഇളക്കാം, ഒന്നുകിൽ ഇങ്ങനെ ഇളക്കാം, അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് അതിനകത്ത് ഇരിക്കും. സോ ഇറ്റ്സ് 2 minutes. വളരെ നൈസായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓവർ കുക്കാകാൻ പാടില്ല. The taste will be there. കഷ്ണങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ. എന്താ വെച്ചാൽ അത് മുങ്ങി കിടക്കണം. അതിനകത്തണ്ട ഇതാ വരുന്നുണ്ടായിരുന്നു. ഇതല്ല, ഇതാണ് സീബ്ര പാര ഫിഷ് മോളി. ഇനി നിങ്ങൾക്കൊക്കെ കൊതി പിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ പരിപാടി ഉണ്ട്. അതായത് ആദ്യമേ അടുപ്പിലേക്ക് തെറിപ്പിക്കും എന്ന് പറയും. എന്നുവെച്ചാൽ കൊതി കൂടാതിരിക്കാനായിട്ട്. വേണ്ട, അപ്പോൾ അഗ്നിക്ക് കൊടുത്തു, അതിൻ്റെ ബാക്കി നമ്മൾ കഴിക്കോളും. നിങ്ങളെ പുരോഹിതം. ഓക്കെ, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ ആളുകളെ വിളിച്ചാലേ അവർ പിന്നെ ഭയങ്കര പല പല അഭിപ്രായമാവും. വാവ്, ഞാൻ ഈ തൃശ്ശൂരൊക്കെയാണ് ഫിഷ് മോളി കഴിച്ചത്. അതിന് ശേഷം പിന്നെ അപൂർവമായിട്ടേ ഈ ഫിഷ് മോളി കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. പുകഴ്ത്തലല്ല കേട്ടോ, കൊള്ളാം. സോ താങ്ക് യു മൈ കിച്ചൺ, താങ്ക് യു മൈ കിച്ചൺ, ബിനു കോയിപ്പുറം.